മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കാർത്തിയുടെ വീട്ടിലെ കിരണും കാർത്തികയും ലക്ഷ്മിയമ്മയും ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ കാർത്തിക പറയുകയാണ്, സരുവിൻ്റെ സംശയം ഞങ്ങൾ പരസ്പരം ചോദിച്ചതാ, വെട്ടി കണ്ടിച്ചു കളഞ്ഞെഴുന്നേറ്റ് വരുന്നവനാണ് ഗംഗാപ്രസാദ്. പാമ്പിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയാറുണ്ടല്ലോ, അവൻ പാമ്പിൻ്റെ ജന്മമാണ്, വാലിലൂടെ ജീവൻ വെച്ച് വരും. ലക്ഷ്മിയമ്മ പറയാ, എന്ന് വെച്ചാൽ അതുപോലുള്ള ആഹാരങ്ങളൊക്കെ അവൻ കഴിക്കുന്നത്, ഉടുമ്പിൻ്റെ ചോരയൊക്കെ കുടിക്കാറുണ്ടവൻ. കാർത്തിക പറയുക, അവൻ കൊക്കയിലേക്ക് വീണ ഭാഗത്തെ ഇനി കുറുനരികളോ ചെന്നായ്ക്കളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളോ എല്ലുകളോ അസ്ഥികളോ തലയോട്ടി എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ കിരണേന്ന് പറയുവാണേ. അപ്പോൾ കിരൺ പറയാണ്, സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ, ഒന്ന് പോയി നോക്കണമെന്നുണ്ട് ലക്ഷ്മിയമ്മ. കാടായതുകൊണ്ട് പോകണമെന്ന് ഞങ്ങൾ പറയില്ല. കിരൺ പറയാം, ഇങ്ങനൊരു സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇരിക്കാതെ പോയേ പറ്റൂ. ഞാൻ രതീഷിനെയും ബൈജുവിനെയും കൂട്ടി പോവാം. പിന്നെ ചെന്നായ്ക്കളും കുറുനരികളും ഇറങ്ങുന്ന കാടാണ്, അതിനപ്പുറം മൃഗങ്ങളൊന്നും ഇല്ല. തോക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാതെ പോയിട്ട് വരാമെന്ന് പറയുവാണേ. അപ്പോൾ ലക്ഷ്മിയും പറയാം, കല്യാണിയോട് ചോദിച്ചിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്, ഗംഗ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയമെന്ന് പറയുവാണ്. കാർത്തിക പറയാം, കൊക്കയിലേക്ക് കിരൺ അവനെ ചവിട്ടി പൂർണ്ണമായും അവൻ താഴേക്ക് വീണത് കിരൺ കണ്ടിരുന്നോ? കിരൺ പറയില്ല, അവൻ താഴേക്ക് പോയപ്പോഴേക്ക് ആ സമാധാനത്തിൽ ഞാൻ പോരുമായിരുന്നു. അപ്പോൾ കാർത്തിക പറയാം, താഴേക്ക് വീണ അവൻ ഏതെങ്കിലും ഒരു മരക്കൊമ്പിലോ വള്ളിയിലോ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് അങ്ങനെ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടാവില്ലേ എന്ന് പറയുവാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പേര് തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, രക്ഷപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് ഈ കിരൺ എന്ന് പറയുക. അപ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ്, അവൻ മരിച്ചിട്ടില്ലെങ്കിൽ മരിച്ചെന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴേക്കും ചിലപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നു എന്ന് വരും. കല്യാണത്തിന് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. അവൻ്റെ ശരീരത്തിൽ ചതഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവന് മോചനം കിട്ടാൻ ഇത്രയും ദിവസങ്ങൾ മതിയാവില്ലേ എന്ന് പറയുവാണ്. അപ്പോൾ കിരൺ പറയാം, എന്തായാലും ഇനിയൊരു സംശയം ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. കല്യാണിയോട് സംസാരിച്ചിട്ട് ആ പ്രദേശം ഒന്ന് തിരിയണം. തല്ലുകൊണ്ട് കാട്ടിലേക്ക് അവൻ ഓടിക്കേറിയതാണ്. അവനെ ശരിക്കും ഞാൻ ചതച്ചിട്ടുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല എന്ന് പറയാം. ലക്ഷ്മിയമ്മ പറയാം, ആൾതാമസമുള്ള സ്ഥലമാണോ മോനെ? കിരൺ പറയാം, ഇടയ്ക്ക് ചില പ്രദേശങ്ങൾ മനുഷ്യവാസയോഗ്യമാണ്. ഈ സംശയം എല്ലാവർക്കും ഉണ്ടായ സ്ഥിതിക്ക് അത് തീർക്കുന്നത് തന്നെയാണ് നല്ലത്. കൊടും വനം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാമെന്നും പറഞ്ഞിട്ട് കിരൺ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിയമ്മ കല്യാണം കാർത്തിയോട് പറയണ 90% അവന് സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. പിന്നെ അവൻ്റെ ശരീരം ഉറച്ച ശരീരമാണ്, പാറ പോലെ. അവൻ എങ്ങാനും ഇനി താഴേക്ക് പോകുന്ന സമയത്ത് വല്ല പാറയിലോ വല്ലതും തലയിടിച്ചോ വല്ലതും വീഴുവാണെങ്കിൽ മാത്രമേ ചത്തുപോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അവനിങ്ങനെ മരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാർത്തിക പറയാണ്, അവിടേക്ക് വീണാൽ ഇത്തിരി ജീവൻ ഉണ്ടെങ്കിൽ നടക്കാൻ സാധിക്കില്ലല്ലോ. ഇനി അങ്ങനെ അവൻ്റെ എന്തെങ്കിലും സംഭവിച്ച മൃഗങ്ങളോ മറ്റോ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. ലക്ഷ്മിയമ്മ പറയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 90% അവൻ വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ അവൻ വന്നാലോ? സാധ്യതകൾ പിന്നെയും എന്തായാലും കിരൺ അന്വേഷിച്ച് വരട്ടെ. ഇനിയും അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ അവൻ സ്നേഹിക്കുന്ന പെണ്ണ് പോലും ഇപ്പോൾ ലോക്കപ്പിലാണ്. അതിൻ്റെയൊക്കെ എന്ത് വെച്ചിട്ട് ചിലപ്പോൾ അവൻ ഇനി തിരിച്ച് വന്നാലും അവൻ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ മാത്രമായിരിക്കത്തില്ല അവൻ്റെ ശത്രു, കല്യാണിയും കിരണും ഒക്കെ അവൻ്റെ ടാർഗറ്റിലുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ലക്ഷ്മിയമ്മ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കല്യാണിയും കിരണിനെയും പ്രകാശിനെയാണ് കേട്ടോ. അപ്പോൾ പ്രകാശൻ പറയാം, മോനെ, നമ്മളേക്കാൾ കൂടുതലായിട്ട് ഗംഗപ്രസാദിനെ അറിയാവുന്നതാണ് ലക്ഷ്മിക്കാണ്. അവൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവനൊരു നിസ്സാരക്കാരനല്ല. നീ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു, പക്ഷേ അവൻ മരിച്ചെന്ന കാര്യം ഉറപ്പ് വരുത്തണമായിരുന്നു. കിരൺ പറയാം, അത്യാവശ്യം കളരിപ്പയറ്റ് അറിയാവുന്നത് കൊണ്ട് ഞാൻ മർമ്മം നോക്കിയൊക്കെയാണ് അവൻ ഇടിച്ചിരുന്നത്. ഒരാൾക്ക് ഇനി ഒരിക്കലും മർമ്മം നോക്കി ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാനോ തോന്നുന്നില്ലെങ്കിൽ ഒരല്പം ജീവനുണ്ടെങ്കിൽ പോലും എഴുന്നേറ്റ് വരാനും സാധിക്കില്ല. എങ്കിലും അങ്ങനെയുള്ള അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ താഴെ വീണ് അവന് ഒരു ജീവൻ്റെ തുടിപ്പെങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് കിരൺ പറയുന്നത്. അപ്പോൾ കിരൺ പറയാണ്, ഇനിയിപ്പോൾ ഗംഗാപ്രസാദിന് ഒരല്പമെങ്കിലും ജീവൻ്റെ തുടിപ്പുണ്ടെന്ന് വെച്ചോ, പക്ഷെ അങ്ങനെ കിടക്കുന്ന അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അവിടെ എത്തണ്ടേ? അങ്ങനെ എത്താൻ പറ്റിയ ആരും അവിടെ ഇല്ല എന്താ പറയുകയാണ് കേട്ടോ. ശരിക്കും കല്യാണിക്കൊരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ, അവളെ സ്വപ്നം കണ്ടിരുന്നല്ലോ ഒരു വള്ളിയിൽ തൂങ്ങി ഇങ്ങനെ താഴേക്ക് വരുന്ന ഗംഗാപ്രസാദിനെ. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രമാത്രം ടെൻഷന്. ഇനി അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പോലും
എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും, ഇല്ലെങ്കിൽ ചെന്നായ്ക്കളും കുറുനരിയോ ആരെങ്കിലുമൊക്കെ ഇവനെ കഴിച്ചിട്ടുണ്ടാവും എന്ന് പറയണം. അപ്പോൾ കല്യാണി പറയാം അങ്ങനെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ. അപ്പോൾ കിരൺ പറയാം അങ്ങനെ വരാൻ വഴിയില്ല, കാരണം ഒരാളെ പുതിയതായിട്ട് വനത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഫോറസ്റ്റിനെ അറിയിക്കാം, ഫോറസ്റ്റുകാർ വരികയും ചെയ്യും. ആ സമയത്ത് ഇത് നമ്മുടെ ഗംഗാപ്രസാദ് ഒന്ന് ഫോറസ്റ്റിന് ബോധ്യപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല എന്ന് പറയുവാണേ. അങ്ങനെ അവൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തായാലും അറിവ് കിട്ടിയാനായിരുന്നു എന്ന് കിരൺ പറയുക കേട്ടോ. അപ്പോൾ കല്യാണി പറയുക അതേ ലക്ഷ്മി അമ്മയിലും കാർത്തിയേച്ചിയിലും ചെറിയൊരു സംശയം ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കിരണേട്ടാ എന്ന് കല്യാണി പറയുവാണ്. പ്രകാശൻ പറയണം മോനെ അവന് ആമയുടെ ആയുസ്സാണ്, അവന് എനിക്ക് ഇപ്പോഴും അവനുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. മോനെ ഇപ്പോൾ ഒരു ലക്ഷ്മിയും കാർത്തികയ്ക്കും ഇങ്ങനെ ഒരു സംശയം പറഞ്ഞ രീതിക്ക് ചിലപ്പോൾ അവനുണ്ടാവും എന്നൊരു സംശയം പറയുവാണ് പ്രകാശൻ. അപ്പോൾ കിരൺ പറയുകയാണ് അത് ഞാൻ വെച്ചാൽ അവനെ ശരിക്കും ഇടിച്ച് അവനെ അതുപോലെ എന്താക്കിയതാണ്, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവൻ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല എന്ന് കിരൺ പറയുകയാണ്. പ്രകാശൻ പറയാം മോനെ എല്ലാവർക്കും ഈ ഒരു സംശയം നിലനിൽക്കുന്ന അതുകൊണ്ട് നമുക്കിത് ആണോ അല്ലയോ ഒന്ന് ഉറപ്പിക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ മോനെ ചെയ്യേണ്ടതെന്ന് പ്രകാശൻ ചോദിക്കുക. ശരിക്കും പ്രകാശൻ അത് അവൻ മരിച്ചോ ഇല്ലയെന്ന് ഉറപ്പിക്കണമെന്നുള്ള ഭയങ്കര അമിതമായ ആഗ്രഹമുണ്ട് കേട്ടോ. കാരണം എന്താണ് ഇനി, അല്ലെങ്കിൽ അവൻ ഇല്ല എന്നറിഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെല്ലാവരും ഉറപ്പിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കിരൺ പുറത്തേക്ക് പോകുമ്പോൾ കല്യാണി പ്രകാശിനോട് പറയണേ അവനിനി ജീവനോടെയാണ് തിരികെ വരുന്നതെങ്കിൽ അത് വലിയ കുഴപ്പത്തിലേക്ക് എത്തുള്ളൂ എന്ന് കല്യാണി പറയുവാണ്. പ്രകാശൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.